കെ.വി. പീതാംബരൻ മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. ഡോക്ടർ സുഭാഷിണി മഹാദേവന്റെ വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ച വീട്ടുമുറ്റ സദസ്സിൽ കവിയരങ്ങ്, പാട്ടരങ്ങ്, ഗ്രന്ഥശേഖരണം, അനുമോദനം, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്നിവ നടന്നു. കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ വീട്ടുമുറ്റ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അവിടെ ഞാൻ കണ്ടൊരു സ്വഭാവവിശേഷം, ഈ വീട്ടുതൊഴിലാളികൾ പത്രം വായിക്കുന്നതാണ് എല്ലായിടത്തും കേട്ടിട്ടുള്ളത്. പക്ഷേ അവിടെ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നോവലും മറ്റ് സാഹിത്യകൃതികളൊക്കെ വായിച്ചിരുന്നു. അന്ന് തുടങ്ങിയ ബന്ധമാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. നമ്മളിങ്ങനെ ഒരു വീട്ടിൽ മുറ്റത്ത് ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ അങ്ങനെ ഒരു നീണ്ട പ്രഭാഷണം നടത്തുക എന്നുള്ളത് ഇത്ര കണ്ട ഔചിത്യമാണെന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം, ചർച്ച ചെയ്യാം. ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു രൂപമായിട്ട് തന്നെ കണക്കാക്കരുത്. പ്രധാനമായിട്ടും ഇത്തരം സദസ്സുകളിൽ ഇവിടെ ചെയ്തതുപോലെ തന്നെ കവിതകളും പാട്ടും സംഗീതവും വർത്തമാനവും കഴിയാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കലാരൂപങ്ങളുടെ അവതരണവും, ഞങ്ങളെപ്പോഴും നിർബന്ധിക്കാറുള്ള ഒരു സംഗതി ചെറിയൊരു ഭക്ഷണവും. ലൈബ്രറി സെക്രട്ടറി എം.എ. ഹാരിസ് ബാബു അധ്യക്ഷനായി. കവി സി. രാവുണ്ണി കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി കെ.എ. വിശ്വംഭരൻ, ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം.ആർ. ദിനേശൻ, ശാന്തി ഭാസി, ടി.കെ. ചന്ദ്രബാബു, പി.ഐ. സജിത, പുരോഗമന കലാസാഹിത്യ സംഘം നാട്ടിക മേഖലാ പ്രസിഡന്റ് അരവിന്ദൻ പണിക്കശ്ശേരി, കെ.സി. സുധ, ചാക്കോ ഡി അന്തിക്കാട്, സി.ജി. രേഖ, ടി.ഡി. വിനീത, ആഷത്ത് മുഹമ്മദ്, സഖീല ഫൈസൽ, തുളസി, ബി.ആർ. ഷിജിത്ത്, എ.എസ്. ജുബുമോൻ, ശിവദാസ് കരുപ്പയിൽ തുടങ്ങിയവർ സംസാരിച്ചു.